പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾക്ക് സ്നേഹപൂർവ്വം സെൻറ്റ് ജോസഫ് കോക്കുന്ന് ഇടവകയിലേക്ക് സ്വാഗതം അരുളുകയാണ്. ഏറെ സന്തോഷത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും ഇവിടെ ആയിരിക്കുക. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഇടവക ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇനി വളരെ അടുത്ത ചുരുങ്ങിയ ദിവസങ്ങളുള്ളൂ. തീർച്ചയായിട്ടും ഈ ദേവാലയത്തിൻ്റെ കൂദാശകർമ്മത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇതിൻ്റെ ചെറിയൊരു ഹിസ്റ്ററി നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്നാണ് എനിക്ക് തോന്നുക. 1884 മൂക്കന്നൂരിൽ സെൻറ്റ് മേരീസ് പള്ളി സ്ഥാപിതമായത്. മൂക്കന്നൂർ ദേവാലയത്തിൻ്റെ വടക്കു ഭാഗത്തുള്ള കുന്നിൻ ചെരുവുകളിലായി ജനങ്ങളെല്ലാം കുടിയേറാൻ തുടങ്ങി. കാലക്രമത്തിൽ 1932 ഈ കോക്കുന്ന് പ്രദേശത്ത് ഒരു പള്ളിക്കൂടം നിർമ്മിക്കാനായി തറക്കല്ലിട്ടു. 1938 വൈക്കോല് കൊണ്ട് ആ പള്ളിക്കൂടം പണിത് ഒരു കുടിപ്പള്ളിക്കൂടമായി തീർന്നു. 1945 ആണ്ടോടുകൂടി ആയപ്പോഴേക്കും ഇവിടെ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ നാമത്തിൽ ആ ഒരു കപ്പേള യൗസേപ്പിതാവിന് പ്രതിഷ്ഠിച്ച് ഇവിടെ നൊവേനയും പരിശുദ്ധ കുർബാനയെല്ലാം ആരംഭിച്ചു. 1965 ആയപ്പോഴേക്കും പ്രഥമ വികാരിയായിട്ട് ബഹുമാനപ്പെട്ട ജോസഫ് തച്ചിലച്ചനെ നിയമിച്ചു. അച്ഛൻ ചുമതലയേറ്റ് പിറ്റേ വർഷം തന്നെ ദേവാലയത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചു. 1966 1971 മെയ് 22 പുതിയ ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മം അത്യുന്നത കർദിനാൾ മാർ ജോസഫ് പാറേക്കാട്ടിൽ പിതാവ് നിർവഹിച്ചു. ഏകദേശം 56 വർഷങ്ങൾ കടന്നു പോകുമ്പോൾ ഇതാ ഒരു പുതിയ ദേവാലയം കൂടി നമ്മുടെ കോക്കുന്നിൽ കടന്നു വരുന്നു. 2026 ഏപ്രിൽ 26 മേജർ ആർച്ച് ബിഷപ്പ് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് അഭിവന്യ തട്ടിൽ പിതാവ് റാഫേൽ തട്ടിൽ പിതാവാണ് കൂദാശകർമ്മം നിർവഹിക്കുക. 2024 മാർച്ച് 19 അഭിവന്യ ബോസ്കോ പിതാവാണ് ഈ ദേവാലയത്തിന് തറക്കല്ലിട്ടത്. 55 വർഷം പഴയ ദേവാലയത്തിൽ ശുശ്രൂഷകൾ നിർവഹിച്ച് ആ ദേവാലയം കാലപ്പഴക്കം വന്നപ്പോൾ ചുറ്റുപാടുമുള്ള ദേവാലയങ്ങൾ പണിതുയർത്തിയപ്പോൾ കോക്കുന്നിലെ ദൈവജനത്തിന് വലിയൊരു ആഗ്രഹമായിരുന്നു ഇവിടെ ഒരു പുതിയ ദേവാലയം ഈ കാലഘട്ടത്തിന് യോജ്യമായ രീതിയിൽ ഒരു പ്രാർത്ഥനാലയം പണിയണമെന്നുള്ളത്. തീർച്ചയായിട്ടും അത് സഫലമാവുകയാണ്. ഈ 2 വർഷങ്ങൾ കൊണ്ട് ഈ ദേവാലയം ഇവിടെ പണിതുയർത്തിയപ്പോൾ ദൈവത്തിന് നന്ദി പറയാൻ മാത്രമേ ഞങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. 200-ൽ പരം ഇടവക ജനങ്ങൾ കൊണ്ട് ആരംഭിച്ചൊരു ഇടവക 1938 200-ൽ പരം ആളുകൾ കൊണ്ട് ആരംഭിച്ചത് 2026 ആകുമ്പോഴേക്കും ഏകദേശം 850 കുടുംബങ്ങളായി. അത്രമാത്രം കുടുംബങ്ങൾ ഇവിടെ കുടിയേറി താമസം ആരംഭിച്ചു എന്നുള്ളതാണ്. ഈ 850 കുടുംബത്തിൻ്റെ തീവ്രമായ ആഗ്രഹത്തിൻ്റെയും അവരുടെ അധ്വാനത്തിൻ്റെയും അവരുടെ സ്വപ്നത്തിൻ്റെയും ഫലമായിട്ടാണ് മനോഹരമായ ഈ ദേവാലയം പണിതുയർത്തത്. തീർച്ചയായിട്ടും ദൈവജനത്തിനെ മുഴുവനും നന്ദിയോടും സ്നേഹത്തോടും കൂടി ഓർക്കുകയാണ്. അവർ നൽകിയ സമ്പത്ത് ഒരു ഭവനത്തിൽ പോലും പോകാതെയാണ് ഈ ദേവാലയം ഇവിടെ പണിതുയർത്തിയത്. കാരണം ദൈവജനം അവരുടെ ആലയത്തിലേക്ക് പണമായിട്ട് വന്ന് ഇത് പണിയുവാനുള്ള എല്ലാ സോഴ്സും അവർ നൽകുകയുണ്ടായി. ഈ ദേവാലയം അതിമനോഹരമായിട്ട് പണിതുയർത്തുവാൻ സാധിച്ചുവെങ്കിൽ അതിന് പുറകിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി ദൈവജനം മാത്രമാണ്. അതോടൊപ്പം അതിന് നേതൃത്വം കൊടുക്കുവാനായിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇവിടെയുണ്ട്. 2 കൈക്കാരന്മാരുണ്ട്, ബെന്നിയും തോമസ് ചേട്ടനുണ്ട്. അതോടൊപ്പം തന്നെ 3 കൺവീനേഴ്സ്. ശരിക്കും പറയുകയാണെങ്കിൽ അതിശക്തരായ 3 കൺവീനേഴ്സ് തന്നെയാണ്. സിവിൽ കാര്യങ്ങളൊക്കെ നല്ല അറിവുള്ള കുര്യച്ചൻ ചേട്ടനുണ്ട്, മൂലൻ കുര്യച്ചൻ ചേട്ടൻ. സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്ത മാത്യു മാടശ്ശേരി ചേട്ടനുണ്ട്. മറ്റു പർച്ചേസിങ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത ജോർജ് വടക്കഞ്ചേരിയുണ്ട്. അതോടൊപ്പം തന്നെ പ്രോഗ്രാമൊക്കെ ചെയ്യുന്ന ജസ്റ്റിനുണ്ട്. അതുപോലെ വൈസ് ചെയർമാൻ വർഗീസ് സാറുണ്ട്. ഒരു അസിസ്റ്റൻ്റ് കൺവീനർ ജോയി ചേട്ടനുണ്ട്. ബാക്കി എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവരുടെയൊക്കെ നിതാന്തമായ പരിശ്രമത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഒക്കെ ഫലമായിട്ടാണ് ഞങ്ങളെയൊക്കെ ചുറ്റി വളഞ്ഞുകൊണ്ട് ഒരു പറ്റം
സമൂഹം സഹോദരങ്ങൾ ഒരു കൂട്ടായ്മയിൽ നല്ലൊരു കമ്മിറ്റി, പാരിഷ് കൗൺസിൽ, ദേവാലയ നിർമ്മാണ കമ്മിറ്റി അതിശക്തമായിട്ട് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ ദേവാലയം ഇന്ന് കൂദാശകർമ്മത്തിന് യോജ്യമായിട്ട് തീർന്നിരിക്കുക. ഞങ്ങൾ ഒന്നു ചേർന്ന് ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ നന്ദിയോടെ ഓർക്കുന്നു. ഈ ദേവാലയം ഒരു സുവിശേഷമാണ്. കർത്താവിൻ്റെ വചനം പങ്കുവയ്ക്കുവാൻ ഈ ദേശത്തിന്, ഈ നാടിന്, ഈ ജനങ്ങൾക്കൊരു സുവിശേഷമായിട്ടാണ് 2026 അഭിമന്യ തട്ടിൽ പിതാവ് ഇത് പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മാധ്യമ ജോലി ഈ സുവിശേഷം ലോകത്തിന് അറിയിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതിന് മുൻകൈ എടുത്തതിൽ സ്നേഹപൂർവ്വം ഇടവകയുടെ നാമത്തിൽ ഞാൻ ഏറ്റവും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ഈ വേള നിങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി നിങ്ങൾക്കെല്ലാവർക്കും ഒരു വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. 6-ാം തീയതി വളരെ എൻ്റെ പേര് ജസ്റ്റിൻ, ഞാൻ പ്രോഗ്രാം കൺവീനറാണ് കൂദാശകർമ്മത്തിൻ്റെ. അപ്പോൾ ഏകദേശം നമ്മൾ 26-ാം തീയതി പ്ലാൻ ചെയ്തേക്കുന്ന വിപുലമായിട്ടുള്ള പരിപാടികളാണ്. നമ്മുടെ അന്ന് മുഖ്യ കാർമ്മികൻ അഭിമന്യ മാർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവാണ്. നമ്മൾ അന്ന് തുടങ്ങുന്നത് ഏകദേശം ഒരു 3-3:15 കൂടി നമ്മുടെ ആശ്രമ ദേവാലയത്തിൻ്റെ ഗ്രൗണ്ടിൽ നിന്ന് വാഹന അകമ്പടിയോടെ പിതാവിനെ സ്വീകരിച്ച് നമ്മുടെ ഡബിൾ കിണർ ജംഗ്ഷൻ്റെ അവിടെ നിന്ന് ഏകദേശം 3:30 കൂടി പിതാവിന് നമ്മൾ താലവും മറ്റുള്ള വാദ്യമേളങ്ങളൊക്കെ ആയിട്ട് പിതാവിനെ നമ്മുടെ പുതിയ ദേവാലയത്തിൻ്റെ അങ്കണത്തേക്ക് നമ്മൾ സ്വീകരിക്കും. അതിനുശേഷം അവിടെ റിബൺ കട്ടിങ്ങും മറ്റുള്ള കാര്യങ്ങളും ഫോർമൽ ഫങ്ഷൻസ് അവിടെ ഉണ്ടാവും. അതിനുശേഷം നമ്മൾ ആനവാതിൽ തുറന്ന് ലിറ്റർജിയിലേക്ക് കടക്കും. ഏകദേശം 4 മണിയോടുകൂടി അത് തുടങ്ങും. അതിനുശേഷം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏകദേശം 2.5 മണിക്കൂറോളം, അതായത് 6:30 സമയത്ത് വരെ ആ ഒരു ലിറ്റർജി കർമ്മങ്ങളവിടെ ഉണ്ടാവും. അതിനുശേഷം ദേവാലയത്തിനകത്ത് നമ്മൾ ദേവാലയമായിട്ട് ബന്ധപ്പെട്ട സഹോദരങ്ങളെ ഒരു ആദരിക്കുന്ന ചടങ്ങുണ്ട്. അതിനുശേഷം 7 മണിക്ക് അഭിമന്യ പിതാവ് നമ്മുടെ ദേവാലയത്തിന് കൂദാശകർമ്മം ഇനാഗ്രേഷൻ സ്റ്റോൺ, അതായത് ശിലാപട്ടികം ഇനാഗ്രേറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ 3D പ്രൊജക്ഷൻ മാപ്പിംഗ്, ലൈറ്റ് വാഷ്, അങ്ങനത്തെ ഒരു ഷോ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് പള്ളിയുടെ മുഖാവരണത്ത്. അത് നമ്മൾ സ്വിച്ച് ഓൺ കർമ്മമായിരിക്കും പിതാവ് നിർവഹിക്കുന്നത്. ഏകദേശം 7-7:10 ഏകദേശമൊക്കെ ആവും. 7:15 നമ്മൾ പൊതുയോഗത്തിലേക്ക് കിടക്കും. പൊതുയോഗം എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ചീഫ് ഗസ്റ്റ് മാർ ഏലിയാസ് പിതാവ് ഉണ്ടാവും, പിന്നെ MLA ഉണ്ടാവും, പിന്നെ നമ്മുടെ പഞ്ചായത്ത് പ്രതിനിധികളുണ്ട്, നമ്മൾ സിസ്റ്റേഴ്സ്, അച്ഛന്മാർ, ചക്കിയത്ത് പിതാവ്, ഇവരൊക്കെ ഉണ്ടാവും. അതിനുശേഷം നമ്മൾ ഒരു ഡോക്യുമെൻ്ററി നമ്മളവിടെ നമ്മുടെ ഹിസ്റ്ററി ചെറുതായിട്ട് ഒരു 10 മിനിറ്റ് നമ്മളവിടെ ഉണ്ടാവും. 8:20 8:30 കൂടി. അതിനുശേഷം അഞ്ജു ജോസഫിൻ്റെ ലൈവ് ബാൻഡ് നമ്മൾ 2 മണിക്കൂർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ അറേഞ്ച് ചെയ്തേക്കുന്നത്. അതോടൊപ്പം നമ്മൾ ഏകദേശം ഫുഡ് കമ്മിറ്റി കൺവീനറാണ് ജോർജ് ഏട്ടൻ. അദ്ദേഹം നമുക്ക് പറയും ഏകദേശം 10,000-ഓളം അംഗങ്ങൾക്കുള്ള സ്നേഹവിരുന്നും ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇതുവരെ ചെയ്തേക്കുന്ന കാര്യങ്ങൾ, പ്രോഗ്രാം അതാണ്. ോടുകൂടി വിശുദ്ധ പ്രതിഷ്ഠാകർമ്മം, വിശുദ്ധ കൂദാശ വിശുദ്ധ കുർബാനയോടുകൂടിയാണ് ഈ കൂദാശ ആരംഭിക്കുന്നത്. അത് നിങ്ങൾക്കറിയായിരിക്കും. ഈ കൂദാശയുടെ കുർബാനയുടെ പ്രാരംഭ ഭാഗം കഴിഞ്ഞാൽ ഈ കൂദാശയിലേക്ക് പ്രവേശിക്കും. കൂദാശ കഴിഞ്ഞാൽ വിശുദ്ധ കുർബാന തുടരുന്നതായിരിക്കും. അതിനുശേഷമാണ് ജസ്റ്റിനൂടെ ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മുടെ തുടർന്നുള്ള പൊതുസമ്മേളനം. അതിനിടയ്ക്ക് തന്നെ നമ്മുടെ സ്നേഹവിരുന്ന് നടക്കും. ഏകദേശം 10,000 പേർക്കാണ് നമ്മൾ ഭക്ഷണം ഒരുക്കിയിരിക്കുക. ഈ ഒരു നാടിൻ്റെ തന്നെ ഒരു ഉത്സവമായിട്ടാണ് നമ്മളിതിനെ കാണുക. ഈ നാടിൻ്റെ ഇവിടെ അടുത്തുള്ള ചുറ്റുപാടുമുള്ള ആളുകളെ എല്ലാവരും ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഇടവകയിൽ നോക്കുകയാണ് ഏകദേശം ഒരു 3,000-4,000 പേരെ നമുക്ക് പങ്കെടുക്കുന്നു. പക്ഷേ 10,000 പേരെ ഉൾക്കൊള്ളുമെന്ന് പറഞ്ഞാൽ ചുറ്റുപാടുമുള്ള ഇടവകയിലെ സാധിക്കുന്നിടത്തോളം എല്ലാവരെയും ഞങ്ങൾ, പിന്നെ അതുപോലെ ഞങ്ങളുടെ ഇടവകയിലെ ഗസ്റ്റായിട്ട് ഒത്തിരി പേരുണ്ട്, അക്രൈസ്തവരായിട്ടുള്ള ആളുകളുണ്ട്, അവരെയൊക്കെ നമ്മൾ ക്ഷണിക്കുന്നുണ്ട്. നോട്ടീസ് പാർക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾ നമ്മളുടെ പള്ളിയുടെ കോമ്പൗണ്ടിൽ അടുത്തൊരു പറമ്പും കൂടി ഉണ്ട്. നമുക്ക് അവിടെ വാഹന പാർക്കിംഗ് അറേഞ്ച് ചെയ്യും. അതുകൂടാതെ നമ്മുടെ പള്ളി കോമ്പൗണ്ടിൽ അന്ന് പാർക്കിംഗ് ഉണ്ടാവില്ല. ഞങ്ങൾ 2-3 സ്പോട്ട് അതിനുവേണ്ടി കണ്ടെത്തിയിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മൾ പാർക്കിംഗ്, അതിന് നമ്മൾ സെക്യൂരിറ്റി ഗാർഡ്സിനെ വയ്ക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ, വോളണ്ടിയേഴ്സ് ഉണ്ടാവും.
100-ൽ പരം വോളണ്ടിയേഴ്സ് ഇടവകയിൽ നിന്ന് തന്നെയുണ്ട്. എന്തോ പാർക്കിംഗ് പള്ളിയിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഒരു 4 സ്ഥലങ്ങളോടെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഫണ്ടെല്ലാം ഇടവക ജനം നൽകിയതാണ്. ഞങ്ങൾ ഒരു ചലഞ്ചും ഇതിലില്ല. ദൈവജനം സ്നേഹത്തോടു കൂടി അവർ സ്പോൺസറിങ് ആയിട്ടും അതുപോലെ തന്നെ സംഭാവനയായിട്ടും അതുകൂടാതെ അവരുടെ ഒരു നിർമ്മാണത്തിന് അവർ കൊടുക്കേണ്ട ഒരു വിഹിതമായിട്ടാണ് കൊടുത്തിരിക്കുക. ഒരു വീടുകളിൽ പോലും ഞങ്ങൾ ആരും പോയിട്ടില്ല. ഒരു വീട്ടിൽ പോലും പോകാതെ ഒരു സ്ഥലത്തും പോയി പൈസ റിക്വസ്റ്റ് ചെയ്യാതെ ആണ് ഈ ദേവാലയം ഇവിടെ ഉയർന്നു പൊങ്ങിയിരിക്കുക. ഈ ദൈവജനം മുഴുവനും പള്ളിയിൽ വന്ന് അവർ പണം കൊണ്ടു നൽകി. അങ്ങനെയാണ് ഈ ഇത്രയും കാര്യങ്ങൾ ഒരു കടവും ഇല്ലാതെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. നോട്ടീസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 200-250 പരം പേര് ഈ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് അത് കൈകാര്യം ചെയ്യാനും അത് സപ്ലൈ ചെയ്യാനും ഞങ്ങൾക്ക് 20ഓളം യൂണിറ്റുകളുണ്ട്. 15 കൗണ്ടറായിട്ടാണ് നമ്മൾ പോവുക. അപ്പോൾ 15 കൗണ്ടർ ഓരോ യൂണിറ്റിന് ഏൽപ്പിച്ചിട്ടുണ്ട്. അത് വിതരണം ചെയ്യാനൊക്കെ ഇതിനു വേണ്ട സജ്ജമാക്കിയിട്ടുണ്ട്. ദിവസങ്ങളായിട്ടുള്ളൂ. സന്തോഷമുണ്ട് ഈ ഒരു ദേവാലയ കൂദാശയിൽ ഭാഗമാകാനായിട്ട്. ഈ ഒരു പുതിയ ദേവാലയത്തിൻ്റെ ഈ ഒരു കർമ്മങ്ങളിലും ഈ പണികളിലുമൊക്കെ അത് അറിയാനും അതിൻ്റെ ഭാഗമാകാനും കഴിയുന്നതിൽ സന്തോഷമുണ്ട്. ഫെസിലിറ്റീസ് ഒരുക്കിയിട്ടുണ്ട്. റൂമുകൾ, ഒരു ഹോള്, അതെല്ലാം ചേർത്ത് 15,000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അത് ഏതാണ്ട് 7,000 സ്ക്വയർ ഫീറ്റ് നമുക്ക് ജനങ്ങൾക്ക് നിൽക്കാനുള്ള സ്ഥലം ഏതാണ്ട് 7,000 സ്ക്വയർ ഫീറ്റോളം വരുന്നത്. ഇത് നമ്മൾ ബെഞ്ചാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. 100ഓളം ബെഞ്ചുകൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നു. അതനുസരിച്ച് ഒരു സ്ക്വയർ ഫീറ്റിൽ ഒരാൾക്ക് 4 സ്ക്വയർ ഫീറ്റ് ബെഞ്ച് ഇടുവാണെങ്കിൽ ആവശ്യമുണ്ട്. ഏതാണ്ട് 850 പറഞ്ഞു. അത് ഞാൻ പറഞ്ഞല്ലോ. ഏതാണ്ട് 850ഓളം വീട്ടുകാരുണ്ട്. പിന്നെ ഞങ്ങൾ ഈ ദേവാലയം നിർമ്മിച്ചതിനകത്ത് ഏതാനും ചില പുതുമകളോട് കൂടിയിട്ടാണ് ഞങ്ങളിത് നിർമ്മിച്ചിട്ടുള്ളത്. ഇല്ല, നിലവിൽ ഞങ്ങൾ AC ആൾക്കാരിൽ അത് വേറെ അടുത്ത് എവിടെയും ചെയ്തിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളൊരു ത്യാഗത്തിൻ്റെയും കരുതലിൻ്റെയും ഒരു ഭാഗമാണ് ഈ പള്ളി. തോട്ടുന്നിലെ മുഴുവൻ ജനങ്ങളും കാത്തിരുന്ന പ്രജകൾ കാത്തിരുന്ന കാര്യമാണ് സംരംഭം. ഇത് പൂർത്തിയാകാനായിട്ട് ഞങ്ങൾക്ക് നല്ലൊരു വികാരിച്ച ആശ്രയം തോന്നി. അങ്ങനെ വന്നപ്പോൾ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ഷാജുമുറ്റമ്പറക്കൽ അച്ഛൻ്റെ കരുതലാണ്, പ്രാർത്ഥനയാണ് ഇതിൻ്റെ ഒക്കെ പുറകിലുള്ളത്. അച്ഛൻ്റെ ആ ഒരു സംഘാടന സ്വഭാവമാണ്. അച്ഛൻ പറഞ്ഞില്ലേ, വീട്ടിലൊന്നും പോയില്ല, പോകാതെ കാര്യം സാധിച്ചത് അച്ഛൻ്റെ ആ പ്രത്യേക വൈഭവത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും സമാധാനമായിട്ട് 2 വർഷം കൊണ്ട് ഈ കാര്യം വളരെ ഭംഗിയായിട്ട് പൂർത്തിയാക്കാൻ സാധിച്ചത്. അച്ഛനോടുള്ള നന്ദി ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാവുന്നതല്ല. ഇത്രയും കരുതലോടുകൂടി കാര്യങ്ങൾ പൂർത്തിയാക്കാൻ സാധിച്ചത്. ഞാനിപ്പോൾ വെള്ളാരപ്പള്ളി സാറ് പറഞ്ഞ പോലെ തന്നെ അച്ഛൻ്റെ പിന്നിൽ ഇടവക സമൂഹം ഒന്നു ചേർന്ന് 2 വർഷക്കാലം ഇത് വളരെ മനോഹരമാകാനായിട്ടുള്ള പ്രയത്നം നടത്തിയതിൻ്റെ ഒരു പരിസമാപ്തിയാണ് ഈ ദേവാലയം എന്നത് വളരെ സ്നേഹത്തോടും വളരെ ആത്മാർത്ഥവും പറയാനായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും. പ്രത്യേകിച്ച് അച്ഛനാണ് അതിന് മുൻപിൽ നിന്ന് പ്രവർത്തിച്ചത്. അച്ഛൻ എല്ലാവരും തീരുമാനങ്ങൾ ഈ അവസരത്തിൽ ആശംസിക്കുന്നു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നാട് തന്നെയാണ് ഉയരുക. ആ ദേശം തന്നെ എല്ലാ തലങ്ങളിലും ഉയർന്നു. ഇപ്പോൾ ഈ പള്ളി മനോഹരമായപ്പോൾ ഈ പ്രദേശം മനോഹരമായി, അതോടൊപ്പം തന്നെ ഇവിടുത്തെ വീടുകളും ഈ ദേശവും ഉയരുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹപൂർവ്വം നമ്മുടെ പ്രതിഷ്ഠാകർമ്മത്തിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. 2026 ഏപ്രിൽ, ഇനി അധികം ദിവസമില്ല, ഏപ്രിൽ 26 ഞായറാഴ്ച 3:30 മണിക്കാണ്. നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാകണം. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇവിടെ ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. അതിൽ നിങ്ങൾ പങ്കുചേരണം. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ അകമഴിഞ്ഞ സഹകരണവും സ്നേഹവും നിങ്ങളുടെ പ്രോത്സാഹനവും ഞങ്ങളോടൊപ്പം ഉണ്ടാകുക. താങ്ക് യു. ോടുകൂടി വിശുദ്ധ പ്രതിഷ്ഠാകർമ്മം, വിശുദ്ധ കൂദാശ വിശുദ്ധ കുർബാനയോടുകൂടിയാണ് ഈ കൂദാശ ആരംഭിക്കുന്നത്. അത് നിങ്ങൾക്കറിയായിരിക്കും. കൂദാശയുടെ കുർബാനയുടെ പ്രാരംഭ ഭാഗം കഴിഞ്ഞാൽ ഈ കൂദാശയിലേക്ക് പ്രവേശിക്കും. കൂദാശ കഴിഞ്ഞാൽ വിശുദ്ധ കുർബാന തുടരുന്നതായിരിക്കും. അതിനുശേഷമാണ് ജസ്റ്റിനൂടെ ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മുടെ തുടർന്നുള്ള പൊതുസമ്മേളനം. അതിനിടയ്ക്ക് തന്നെ നമ്മുടെ സ്നേഹവിരുന്ന് നടക്കും. ഏകദേശം 10,000 പേർക്കാണ് നമ്മൾ ഭക്ഷണം ഒരുക്കിയിരിക്കുക. ഈ ഒരു നാടിൻ്റെ തന്നെ ഒരു ഉത്സവമായിട്ടാണ് നമ്മളിതിനെ കാണുക.
ഈ നാടിൻ്റെ ഇവിടെ അടുത്തുള്ള ചുറ്റുപാടുമുള്ള ആളുകളെ എല്ലാവരും ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഇടവകയിൽ നോക്കുകയാണ് ഏകദേശം ഒരു 3000-4000 പേരെ നമുക്ക് പങ്കെടുക്കുന്നു. പക്ഷേ 10,000 പേരെ ഉൾക്കൊള്ളുമെന്ന് പറഞ്ഞാൽ ചുറ്റുപാടുമുള്ള ഇടവകയിലെ സാധിക്കുന്നിടത്തോളം എല്ലാവരെയും ഞങ്ങൾ, പിന്നെ അതുപോലെ ഞങ്ങളുടെ ഇടവകയിലെ ഗസ്റ്റായിട്ട് ഒത്തിരി പേരുണ്ട്, അക്രൈസ്തവരായിട്ടുള്ള ആളുകളുണ്ട്, അവരെയൊക്കെ നമ്മൾ ക്ഷണിക്കുന്നുണ്ട്. നോട്ടീസ് പാർക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾ നമ്മളുടെ പള്ളിയുടെ കോമ്പൗണ്ടിൽ അടുത്തൊരു പറമ്പും കൂടി ഉണ്ട്, നമുക്ക് അവിടെ വാഹന പാർക്കിംഗ് അറേഞ്ച് ചെയ്യും. അതുകൂടാതെ നമ്മുടെ പള്ളി കോമ്പൗണ്ടിൽ അന്ന് പാർക്കിംഗ് ഉണ്ടാവില്ല, ഞങ്ങൾ 2-3 സ്പോട്ട് അതിനുവേണ്ടി കണ്ടെത്തിയിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മൾ പാർക്കിംഗ്, അതിന് നമ്മൾ സെക്യൂരിറ്റി ഗാർഡ്സിനെ വയ്ക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ വോളണ്ടിയേഴ്സ് ഉണ്ടാവും. 100-ൽ പരം വോളണ്ടിയേഴ്സ് ഇടവകയിൽ നിന്ന് തന്നെയുണ്ട്. എന്തോ പാർക്കിംഗ് പള്ളിയിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഒരു 4 സ്ഥലങ്ങളോളം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഫണ്ടെല്ലാം ഇടവക ജനം നൽകിയതാണ്. ഞങ്ങൾ ഒരു ചലഞ്ചും ഇതിലില്ല. ദൈവജനം സ്നേഹത്തോടു കൂടി അവർ സ്പോൺസറിങ് ആയിട്ടും അതുപോലെ തന്നെ സംഭാവനയായിട്ടും അതുകൂടാതെ അവരുടെ ഒരു നിർമ്മാണത്തിന് അവർ കൊടുക്കേണ്ട ഒരു വിഹിതമായിട്ടാണ് കൊടുത്തിരിക്കുക. ഒരു വീടുകളിൽ പോലും ഞങ്ങൾ ആരും പോയിട്ടില്ല. ഒരു വീട്ടിൽ പോലും പോകാതെ, ഒരു സ്ഥലത്തും പോയി പൈസ റിക്വസ്റ്റ് ചെയ്യാതെ ആണ് ഈ ദേവാലയം ഇവിടെ ഉയർന്നു പൊങ്ങിയിരിക്കുക. ഈ ദൈവജനം മുഴുവനും പള്ളിയിൽ വന്ന് അവർ പണം കൊണ്ടു നൽകി. അങ്ങനെയാണ് ഈ ഇത്രയും കാര്യങ്ങൾ ഒരു കടവും ഇല്ലാതെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക.